ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചാണ്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചാണ്. നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ സംസാരിക്കുന്നത് കീബോർഡ് എന്നതിനെക്കുറിച്ച്. എന്താണ് കീബോർഡ് എന്ന് നോക്കാം. കമ്പ്യൂട്ടറുകൾക്കൊപ്പം ഉപയോഗിച്ച ആദ്യത്തെ പെരിഫറലുകളിൽ ഒന്നാണ് കീബോർഡ്. ഇത് എപ്പോഴും വാചകവും അക്കങ്ങളും നൽകുന്നതിനുള്ള പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ്. ഒരു സാധാരണ കീബോർഡിൽ 100ഓളം കീകൾ ഉൾപ്പെടുന്നു. ഓരോ കീയും CPU-ന് വ്യത്യസ്ത സിഗ്നൽ അയക്കുന്നു. ഇതാണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡിന് പലതരം കീസാണുള്ളത്. ഫങ്ഷണൽ കീസ് ഉണ്ട്, ഇൻറ്റേർണൽ മൈക്രോഫോൺസ് ഉണ്ട്, സ്ക്രോൾ ലോക്ക് കീസ് ഉണ്ട്, അതേപോലെ ഡിലീറ്റ് ചെയ്യാൻ, ഹോം പേജ് അപ്പ് ചെയ്യാനുള്ളത്, പേജ് ഡൗൺ ചെയ്യാനുള്ളത്, എൻഡ് ചെയ്യാനുള്ളത്, അതുപോലെ ഇൻസേർട്ട് ചെയ്യാനുള്ളത്, വിൻഡോസ് കീ, അങ്ങനെ പലതരം എസ്കേപ്പ് കീ, പലതരം കീസാണ് ഈ കീബോർഡിനകത്ത് ഉള്ളത്. ഇതാണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ, അതായത് കമ്പ്യൂട്ടറിനകത്തേക്ക് വാക്കുകളും വാചകങ്ങളും അക്കങ്ങളും ഒക്കെ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കീബോർഡ്. ഇതിൽ ഏകദേശം 100ഓളം കീകളാണുള്ളത്. ഓരോ കീയോടും അസോസിയേറ്റ് ചെയ്ത് ഓരോ ഫങ്ഷനുണ്ട്. ഇനി അടുത്തത് മൗസ് എന്നുള്ളതാണ്. ഇതും ഒരു ഇൻപുട്ട് ഉപകരണമാണ്. 1980കളുടെ തുടക്കത്തിൽ വാങ്ങിയ ഒരു സ്വകാര്യ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ഉപകരണമായി ഒരു കീബോർഡ് ഉൾപ്പെട്ടിരിക്കും. ഇത് ഒരു പോയിൻറ്റിംഗ് ഉപകരണമാണ്. കീബോർഡിൽ നിന്നും വ്യത്യസ്തമായി മൗസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പോയിൻറ്റിംഗ് ഡിവൈസ് ആണെന്നുള്ളതാണ്. നിങ്ങൾക്ക് പരന്ന പ്രതലത്തിൽ സഞ്ചരിച്ച് പോയിൻ്റർ നിയന്ത്രിക്കാൻ കഴിയുന്ന ഇൻപുട്ട് ഉപകരണമാണ് മൗസ്. ടെക്സ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനും മെനുകൾ ആക്സസ് ചെയ്യുന്നതിനും സ്ക്രീനിൽ ദൃശ്യമായ പ്രോഗ്രാമുകൾ, ഫയലുകൾ അല്ലെങ്കിൽ ഡാറ്റയുമായി സംവദിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ഓൺ സ്ക്രീൻ ഒബ്ജക്റ്റാണ് പോയിൻ്റർ. സാധാരണ കീബോർഡിൽ നിന്ന് ഉപരിയായി മൗസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൈകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയിൻ്റ് ചെയ്യാനും ഡാറ്റകൾ ആക്സസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഇതും വളരെ ഈസിയായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലതരം സ്റ്റോറേജ് ഉപകരണങ്ങളെക്കുറിച്ചാണ്. എന്താണ് സ്റ്റോറേജ്? ഒരു സംഭരണ ഉപകരണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡേറ്റ കൈവശം വയ്ക്കുക, കമ്പ്യൂട്ടർ ഓഫായിരിക്കുമ്പോൾ പോലും അതിൽ ഡേറ്റ ആവശ്യമുള്ളപ്പോഴെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്ന ഒന്നാണ് സ്റ്റോറേജ് ഉപകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡേറ്റ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഈ ഡേറ്റ സ്റ്റോറേജിൽ അല്ലെങ്കിൽ ഡേറ്റ സംഭരണത്തിൽ 2 പ്രക്രിയകളാണ് ഉൾപ്പെടുന്നത്. ഒന്ന്, ഡേറ്റ എഴുതുകയോ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യുന്നതിനാൽ ഇത് പിന്നീട് ഉപയോഗത്തിനായി കണ്ടെത്തുക. രണ്ടാമത്, സംഭരിച്ച ഡേറ്റ വായിച്ച് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് മാറ്റുക. ഡേറ്റ സംഭരിക്കുന്ന മെറ്റീരിയൽ വസ്തുക്കളെ സംഭരണ മീഡിയ എന്ന് വിളിക്കുന്നു. സ്റ്റോറേജ് മീഡിയയിലേക്ക് ഡേറ്റ എഴുതുന്നതും വായിക്കുന്നതുമായ ഹാർഡ്വെയർ ഘടകങ്ങളെ സംഭരണ ഉപകരണങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ഡിസ്ക്. ഇതാണ് സ്റ്റോറേജ് ഉപകരണങ്ങൾ. അപ്പം ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളെയും നമ്മൾ ഡേറ്റ സ്റ്റോറേജ് ഡിവൈസസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോറേജ് ഉപകരണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഡേറ്റ സ്റ്റോർ ചെയ്യാനാണ്. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഡേറ്റ എഴുതുകയോ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യുക എന്നതും, മറ്റൊന്ന് സംഭരിച്ച ഡേറ്റയിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ റീഡ് ചെയ്യുക അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഉപകരണം. എന്താണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഉപകരണം എന്ന് നമുക്കൊന്ന് നോക്കാം. മാഗ്നറ്റിക് സ്റ്റോറേജ് ഉപകരണം ഒരേ മാധ്യമം, അതായത് ഡേറ്റ സംഭരിച്ചിരിക്കുന്ന മെറ്റീരിയൽ, ഡിസ്ക് ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ, ഉയർന്ന ശേഷിയുള്ള ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവുകൾ, ടേപ്പ് ഡ്രൈവുകൾ എന്നിവ ഡേറ്റ എഴുതുന്നതിനും വായിക്കുന്നതിനും സമാനമായ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. ഡിസ്കുകൾ, ഹാർഡ് ഡിസ്കുകൾ, ഉയർന്ന ശേഷിയുള്ള ഫ്ലോപ്പി ഡിസ്കുകൾ, മാഗ്നറ്റിക് ടേപ്പ് എന്നിവയുടെ ഉപരിതലത്തിൽ കാന്തിക ക്ഷേത്രത്തോട് പ്രതികരിക്കുന്ന ഇരുമ്പ് ഓക്സൈഡ് പോലുള്ള കാന്തിക സെൻസിറ്റീവ് വസ്തുക്കളാൽ പൊതിഞ്ഞതാണ്. എങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം. CD-ROM, DVD-ROM, അവയുടെ വകഭേദങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഒപ്റ്റിക്കൽ സിസ്റ്റങ്ങളാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് സിസ്റ്റങ്ങൾക്ക് ഏറ്റവും പ്രചാരമുള്ളത്.
ഈ ഉപകരണങ്ങൾ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് വിഭാഗത്തിൽ പെടുന്നു. കാരണം അവ പ്രതിഫലിക്കുന്ന പ്രതലത്തിൽ ഡേറ്റ സംഭരിക്കുന്നതിനാൽ ലേസർ ലൈറ്റിൻ്റെ ഒരു ബീം ഉപയോഗിച്ച് ഇത് വായിക്കാൻ കഴിയും. ലെൻസുകൾ, പ്രസങ്ങൾ, മിററുകൾ എന്നിവ ഉപയോഗിച്ച് കേന്ദ്രീകരിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു കേന്ദ്രീകൃതവും ഇടുങ്ങിയതുമായ പ്രകാശകിരണം ഒരു ലേസർ ഉപയോഗിക്കുന്നു. അടുത്തത് CD-ROM. പരിചിതമായ ഓഡിയോ കോമ്പാക്ട് ഡിസ്ക് സംഗീതം സംഭരിക്കുന്നതിനുള്ള ഒരു ജനപ്രിയ മാധ്യമമാണ്. കമ്പ്യൂട്ടർ ലോകത്ത് മീഡിയയെ കോമ്പാക്ട് ഡിസ്ക്, റീഡ് ഒൺലി മെമ്മറി, CD-ROM, മ്യൂസിക് CD എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു CD-ROM ഡ്രൈവ്, സൗണ്ട് കാർഡ്, സ്പീക്കറുകൾ എന്നിവ ഉണ്ടെങ്കിൽ നിങ്ങളുടെ PC-യിൽ ഓഡിയോ CD-കൾ പ്ലേ ചെയ്യാൻ കഴിയും. പാട്ടുകൾ കേൾക്കുന്നതിനും വീഡിയോ കാണുന്നതിനുമെല്ലാം നമുക്ക് ഈ രീതിയിലുള്ള സ്റ്റോറേജ് ഡിവൈസുകൾ ഉപയോഗിക്കാം. ഡിസ്കിൻ്റെ ഉപരിതലത്തിൽ ലേസർ കേന്ദ്രീകരിച്ച് ഒരു സ്പിന്നിംഗ് ഡിസ്കിൽ നിന്ന് ഡിജിറ്റൽ ഡേറ്റ CD-ROM ഡ്രൈവ് വായിക്കുന്നു. ലോഹത്തിൻ്റെ ഉപരിതലത്തിലെ പരന്ന പ്രദേശങ്ങൾ, കുഴികൾ, വിഷാദം അല്ലെങ്കിൽ പൊള്ളകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻസ് നമ്മൾ കൊടുക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് കോമ്പാക്ട് ഡിസ്കിന് 650 MB ഡേറ്റ അല്ലെങ്കിൽ 70 മിനിറ്റ് ഓഡിയോ സംഭരിക്കാൻ കഴിയും. അപ്പം CD-ROM എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പാട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയാസിൻ്റെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. അടുത്തത് DVD-ROM. ഇന്നത്തെ പല പുതിയ PC-കളും ഒരു സാധാരണ CD-ROM ഡ്രൈവിനേക്കാൾ ബിൽറ്റ് ഇൻ ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് റീഡ് ഒൺലി മെമ്മറി ഡ്രൈവ് അവതരിപ്പിക്കുന്നു. ഒരു CD-യുടെ വലിപ്പമുള്ള ഒരൊറ്റ ഡിസ്കിൽ ഒരു മുഴുനീള മൂവി സംഭരിക്കുവാൻ കഴിവുള്ള ഉയർന്ന സാന്ദ്രത ഉള്ള ഒരു മാധ്യമമാണ് DVD-ROM. അപ്പോൾ നമുക്ക് ഫിലിം കാണാനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിഷ്വലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാനും പിന്നീട് അത് ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ തക്കവണ്ണം നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് DVD-ROM. ഇനി അടുത്തത് വീഡിയോയും ശബ്ദവും. വീഡിയോ കാർഡുകൾ. ഒരു മോണിറ്ററിന് പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ചിത്രങ്ങളുടെ ഗുണനിലവാരം വീഡിയോ കാർഡ് മോണിറ്റർ തന്നെ നിർവഹിക്കുന്നു. CPU മോണിറ്ററിനും ഇടയിലുള്ള ഒരു ഇടനില ഉപകരണമാണ് വീഡിയോ കൺട്രോളർ. സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതിനായി മോണിറ്ററിലേക്ക് വിവരങ്ങൾ അയക്കാൻ ആവശ്യമായ വീഡിയോ ഡെഡിക്കേറ്റഡ് മെമ്മറിയും മറ്റ് സർക്യൂട്ടുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇതെല്ലാമാണ് നമ്മുടെ CD-യും വീഡിയോയും അല്ലെങ്കിൽ പലതരം ഡേറ്റ റെപ്പോസിറ്ററീസ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് സൗണ്ട് സിസ്റ്റത്തെക്കുറിച്ചാണ്. മൈക്രോഫോണുകൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ട് ഉപകരണമാണ്. കൂടാതെ സ്പീക്കറുകളും അവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളും പ്രധാന ഔട്ട്പുട്ട് സിസ്റ്റമാണ്. മൾട്ടിമീഡിയ ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ വീഡിയോകൾ കാണുന്നതിനോ സംഗീതം കേൾക്കുന്നതിനോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസുകൾ അല്ലെങ്കിൽ വിദൂര പഠനം പോലെയുള്ള ഓൺലൈൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ശബ്ദ സംവിധാനങ്ങൾ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. അടുത്തത് സൗണ്ട് കാർഡ്. കമ്പ്യൂട്ടറിൻ്റെ ശബ്ദ സിസ്റ്റത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഭാഗം ശബ്ദ കാർഡാണ്. ഒരു ശബ്ദ കാർഡിന് യഥാർത്ഥത്തിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങളുണ്ട്. നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ മൈക്രോഫോൺ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ ശബ്ദ കാർഡിൻ്റെ ഇൻപുട്ട് ജാക്കിലേക്ക് മൈക്രോഫോൺ ബന്ധിപ്പിക്കുന്നു. സൗണ്ട് കാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തെ അനലോഗ് ഫോമിൽ നിന്ന് ഡിജിറ്റൽ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു സർക്യൂട്ട് ബോർഡാണ്. നമ്മുടെ സൗണ്ട് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ ഡിവൈസസ് ആണ് സൗണ്ട് കാർഡ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന പലതരം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നിർത്തുന്നു. നമസ്കാരം.